ഹലോ മച്ചന്മാരെ, ഇറ്റ്സ് മീ ദിൽബ്ലോഗ്സ്. അപ്പം ഗൈസ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അതായത് പാക്കിംഗ് നിന്നിട്ടാണ് അതിന്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ബോക്സിൽ നിന്നൊക്കെ നമ്മൾ സാധനമെല്ലാം വെളിയിലെടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ ഗൈസ് വേറൊന്നുമല്ല, നമ്മൾ സോണിയുടെ ഒരു 5.1 400 വാട്ട്സിന്റെ ഒരു സൗണ്ട് ബാർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സൗണ്ട് ബാർ അപ്പം 2 ദിവസം മുമ്പ് വന്നു. അപ്പൊ നമ്മളെല്ലാം സെറ്റ് ചെയ്തെല്ലാം വെച്ചേക്കാണ്. അപ്പം ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരു റിവ്യൂ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഗൈസ് അപ്പൊ ഇതാണ് അതിന്റെ ബോക്സ് കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന നമ്മുടെ സോണിയുടെ ബോക്സ്. ബോക്സിനകത്ത് ഒന്നുമില്ല, വെറും കാലി ബോക്സ് ആണ് കേട്ടോ. അപ്പം ഇതിന്റെ ഈ സോണിയുടെ ഈ സൗണ്ട് ബാറിനകത്ത് വരുന്ന ഇതിന്റെ കുറിച്ചുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഈ 5.1 റിയൽ സറൗണ്ട് ആണ്, 400 വേർഡ്സിന്റെ ആണ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, USB കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു ഹോം തിയേറ്റർ സിസ്റ്റം ആണ് കേട്ടോ. S20R എന്നാണ് ഈ സോണിയുടെ. ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇത് കണ്ടോ, ഈ ഒരു രീതിക്കാണ് ഇതിന്റെ സെറ്റിംഗ്സ് നമ്മളും വീട്ടിൽ ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ടിവിയുടെ ഫ്രണ്ടിൽ സൗണ്ട് ബാർ വെച്ചിട്ടുണ്ട്, ലെഫ്റ്റ് നമ്മൾ ഇതുപോലെ സബ് വൂഫർ, പിന്നെ നമ്മൾ ഇരിക്കുന്നതിന്റെ ബാക്കിൽ 2 റൈറ്റും ലെഫ്റ്റും ആയിട്ട് ചെറിയ 2 സ്പീക്കറും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഞാൻ നിങ്ങളെ ഞാൻ വീട്ടിൽ TV സെറ്റ് ചെയ്തേക്കുന്നതിന്റെ രീതിയും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് വരാം. അപ്പം ഗൈസ് ഇതാണ് അപ്പം നമ്മളെ സൗണ്ട് ബാർ, നമ്മുടെ സോണിയുടെ സൗണ്ട് ബാർ കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ TV, നമ്മുടെ LGയുടെ TV ആണ്. അപ്പോൾ LGയുടെ TVക്ക് നമ്മളെ സോണിയുടെ സൗണ്ട് ബാറാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അപ്പം കണ്ടല്ലോ, ഇപ്പം ഞാൻ പറഞ്ഞേക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലാണ് മെയിനായിട്ട് ഈ സൗണ്ട് ബാറിൽ തന്നെയാണ് 1, 2, 3 സ്പീക്കർ വരുന്നത് കേട്ടോ. ഒരു മാറ്റ് ഫിനിഷിലാണ് ഇതിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. സോണി എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ടൈം നിങ്ങളെ ഞാൻ കാണിച്ചില്ല. അപ്പോൾ സെറ്റ് ചെയ്യുന്ന രീതി, അതായത് നമ്മൾ കൊടുത്തേക്കുന്നതും അതേ രീതിയിൽ തന്നെയാണ്. അതായത് നമ്മുടെ സബ്ബാണ് ഗൈസ് അപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ സബിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ തന്നെയാണ്. നമുക്കിതൊരു ടച്ചാണ്, നമ്മൾ പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ടച്ച് പോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. അപ്പം പവർ ബട്ടണ്, ബ്ലൂടൂത്ത്, പിന്നെ സൗണ്ട് കൂട്ടുക കുറയ്ക്കാൻ തന്നെ എല്ലാം ഉള്ള സ്വിച്ചും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഒരു USB-യുടെ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, USB കണക്ട് ചെയ്യാനുള്ള. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 സ്പീക്കറാണ്. അതായത് നമ്മൾ സൈഡ് ബാക്കിലായിട്ട് കൊടുക്കേണ്ട 2 സ്പീക്കറാണ്. അപ്പം നമ്മൾ ആ സ്പീക്കർ നമ്മൾ കൊടുത്തേക്കുന്നത് ഈ ഒരു മൂലയ്ക്കും പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ബാക്കി ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന നമ്മുടെ സ്പീക്കർ ഇതുപോലെ നമ്മൾ സ്പീക്കർ ബാക്കി നമ്മുടെ ഹാളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓവറോൾ നമ്മുടെ ആ ഒരു ഇതിനകത്ത് വന്നേക്കുന്ന രീതിക്ക് തന്നെയാണ് നമ്മുടെ സൗണ്ട് ബാറും ഒരു ഹോം തിയേറ്റർ പോലെ തന്നെ സെറ്റപ്പിൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ TV ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൗണ്ട് ബാറും ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കണ്ടോ ഹലോ എന്നൊക്കെ പറഞ്ഞൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ബ്ലൂടൂത്ത് ആണെങ്കിൽ ബ്ലൂടൂത്ത്, TV അങ്ങനെ എല്ലാ മോഡും മെനുവിൽ വരുന്ന പോലെ തന്നെ നമ്മളതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാനൊരു സോങ് വെച്ചിട്ട് എൻ്റെ ഫുൾ സൗണ്ട് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ഫുൾ സൗണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വരുന്നത്. പക്ഷേ നമുക്ക് 100 വരെ ഞാനിങ്ങനെ വെച്ചിട്ടില്ല. എന്നുവെച്ചാൽ അത്ര സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു ഇത് ഓർത്തിട്ട് ഞാൻ അങ്ങനെ വെച്ച് ഇതുവരെ വീട്ടിൽ ഞാൻ വെച്ചിട്ടില്ല. ഒരു 60 വരെയൊക്കെ ഞാൻ ഇന്നലെയൊക്കെ ഞാൻ വെച്ച് നോക്കിയായിരുന്നു. നമുക്ക് സൗണ്ട് ഒന്ന് കൂട്ടി നോക്കാം. 49 ഇപ്പം നമ്മൾ സബിനകത്ത് നമ്മൾ സൗണ്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ 52 നമുക്കൊരു 60 വരെ നമുക്ക് മാക്സിമം വെച്ച് നോക്കാം. കുഞ്ഞുറങ്ങുമായതുകൊണ്ട് ഗൈസ് നിങ്ങൾ കേട്ടില്ല, ആ ബാസ് കണ്ടില്ല, നല്ല ക്ലിയർ ബാസ് ആണ്. നമുക്കതിനകത്ത് വൈബ്രേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്നില്ല.
പാട്ട് വെച്ച് നമ്മളിപ്പം കേട്ടല്ലോ. ഇപ്പൊ അടുത്ത് നമുക്കൊരു മൂവി എല്ലാം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം ഒരു ഫിലിം കാണുമ്പോൾ തന്നെ ഉള്ള അതിന്റെ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിന്റെ റിമോട്ടിൽ തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളൊരു മ്യൂസിക് കേൾക്കുമ്പോഴത്തേന് സ്വിച്ച് ഉണ്ട്, അത് നിൽക്കുമ്പോഴത്തേന് അതനുസരിച്ചുള്ള മാറ്റം വരും. മൂവി കാണുമ്പോഴത്തേന് അതിന് സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട്, അത് നമ്മൾ ഞെക്കുമ്പോഴത്തേന് അതനുസരിച്ചുള്ള മാറ്റം നമ്മുടെ ഈ സബിലും നമ്മുടെ ഈ സറൗണ്ട് നമ്മുടെ ഈ സൗണ്ട് ബാറിലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് നമുക്കൊരു പടം വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അതിനകത്ത് എഫക്റ്റ് എങ്ങനെ, അപ്പോൾ നമുക്കൊരു ഇംഗ്ലീഷ് പടം തന്നെ വെച്ച് നോക്കാം, എങ്കിലേ നമുക്ക് ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു ഇത് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, അപ്പോൾ നമ്മൾ ഫോണിനകത്ത് ഇത് എത്ര നമ്മൾ എടുക്കാൻ നോക്കിയെന്ന് പറഞ്ഞാലും എനിക്കിപ്പം കിട്ടുന്ന ഈ ചെവി കൊണ്ട് നമുക്ക് കേൾക്കുന്ന ഒരു ഔട്ട് നമ്മുടെ ഫോൺ ക്യാപ്ചർ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇച്ചിരിയും കൂടി ഒരു ഇത് ആയിട്ട് അതിനകത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കേൾക്കുന്നത് വല്ല ഇതിൻ്റെ യഥാർത്ഥ സൗണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത്യാവശ്യം നല്ല രീതിക്കുള്ള സൗണ്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ വെച്ച് തരാം. അപ്പം ഗൈസ്, അപ്പോൾ നമ്മൾ പ്രൊഡക്ടറിനാണ് നമ്മുടെ പടത്തിൻ്റെ ഒരു സീനാണ് വെച്ചേക്കുന്നത്. അപ്പം ഗൈസ്, ഇതാണ് അപ്പോൾ നമ്മുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പം ഗൈസ്, ഈ സത്യം പറഞ്ഞാൽ ഈ സാധനം വരുമ്പോഴത്തേന് ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിനെയൊക്കെ ഞാൻ വിളിച്ചു, എടാ ഇതൊന്ന് സെറ്റ് ചെയ്ത് തരാമോ, എനിക്ക് എങ്ങനെ അതിൻ്റെ ഒന്നും അറിയത്തില്ല. പക്ഷേ ഗൈസ്, നിസ്സാര സംഭവം ഉള്ളായിരുന്നു. നമുക്ക് ഇതിന്റെ പാക്കിങ്ങിൽ തന്നെ ഇതിനകത്ത് ഒരു മാനുവൽ പോലെ വരുന്നുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ പോകുന്നതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു പിക്ചറും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ അത് നോക്കി തന്നെ ഇത് കണക്ട് ചെയ്താൽ മതി, നമുക്കതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഈ സൗണ്ട് ബാറിൽ നിന്ന് നേരെ സബിനകത്തോട്ടും ഇതിന്റെ ഒരു കോഡ് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ HDMI കോഡ് ടിവിക്കകത്തുനിന്ന് സബിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പീക്കറിന്റെയും കോഡുണ്ട്. അപ്പൊ അതിന്റെ കളർ അനുസരിച്ച് തന്നെ നമുക്ക് അതിന്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അത് കറക്റ്റ് ഇപ്പം റൈറ്റ് എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സറൗണ്ടിന്റെ എങ്ങോട്ടാണ് കൊടുക്കേണ്ടത് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പൊ ഇതാണ് ഗൈസ്, അപ്പൊ ഇതിന്റെ കറക്റ്റ് നമ്മൾ ആ കോഡ് കൊടുത്തേക്കുന്നതായിട്ടൊരു സെറ്റപ്പ് ഇതാണ്. ഇപ്പൊ ഇതിനകത്ത് കണ്ടില്ലേ, അപ്പം നമ്മൾ സബിൻ്റെതായിട്ടുള്ള സാധനം ഇത് HDMI, അനലോഗ് ഇന്ന്, TV ഇന്ന്, ഒപ്റ്റിക്കല് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഫ്രണ്ട്, ലെഫ്റ്റ്, സെൻറ്റർ, സറൗണ്ട്, റൈറ്റ്, ലെഫ്റ്റ്, ഇതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ കോഡ് കൊടുത്തേക്കുന്നത് കേട്ടല്ലോ. ഇതിപ്പം നമ്മുടെ ഇതിനകത്തുനിന്ന് വന്നിരിക്കുന്ന ഈ ഒരു കോഡാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ റെഡ്, പിന്നെ ഗ്രീന്, വൈറ്റ്, ഈ കളറിൽ വരുന്ന കോഡ് അത് നമ്മുടെ സൗണ്ട് ബാറിൽ നിന്ന് വരുന്ന കോഡാണ് കണ്ടല്ലോ ഈ കോഡ്. അപ്പോൾ പിന്നെ നമുക്ക് നേരെ ടിവിയിൽ നിന്ന് നമ്മുടെ HDMI അതിൻ്റെ കേബിളാണ് ഈ വന്നേക്കുന്നത്. HDMI കേബിൾ ടിവിയിൽ നിന്ന് വന്നേക്കുന്നതാണ്. അത് നമ്മൾ നേരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയ പാടും കാര്യങ്ങളൊന്നുമില്ല കേട്ടല്ലോ. അപ്പം അടിപൊളി ഒരു സൗണ്ട് ബാറാണ്. അപ്പോൾ സോണിയുടെ S20R എന്ന് പറയുന്ന ഈ സൗണ്ട് ബാർ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൗണ്ട് ബാർ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സോണിയുടെ ഒക്കെ ആയിട്ട് ഒരു സൗണ്ട് ബാർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു തിയേറ്ററിൽ പോയിരുന്ന ഒരു ഫിലിം കാണുന്നതിന് ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.